അപ്പോഴേ എന്തായാലും ഇവള് പെണ്ണാണെന്ന് തെളിയിച്ചു തന്നെ കേട്ടോ. അല്ലെങ്കിൽ ഇവളെ കാ പിടിച്ചു തന്നില്ലെങ്കിൽ അവളെ നമ്മളെ വെട്ടിക്കളഞ്ഞേനെ അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ? മരത്തിനകത്ത് കാ പിടിച്ചില്ലെങ്കിൽ വെട്ടിക്കളയട്ടെ. അപ്പോൾ വെട്ടിക്കളയാനൊന്നും നമ്മൾ ഇതുവരെ നോക്കിയില്ല. എന്തായാലും ഇത് പൂക്കട്ടെ കായ്ക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിർത്തി. ഒരു 3-4 വർഷമായി കേട്ടോ. സത്യം പറഞ്ഞാൽ 3-4 വർഷമായി നമ്മൾ നട്ടിട്ട്. ഞാനിത് തണലിന് വേണ്ടി നട്ടതാട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊന്നും ഫ്രണ്ടിലാണേലും സൈഡിലാണേലും മരമൊന്നുമില്ലല്ലോ. അപ്പോഴും ഇച്ചിരി നമ്മുടെ റൂമിലേക്ക് നല്ല തണുത്ത കാറ്റും അതൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ ഞാൻ നട്ട് റംബൂട്ടാൻ കേട്ടോ. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ കായ്ച്ചത്. ഇതിനകത്ത് മാത്രമേ കാ വന്നുള്ളൂ കേട്ടോ. മറ്റേതിങ്ങനെ അടുത്ത വർഷം ചിലപ്പം കായ്ക്കും. പിന്നെ 2 പൂ വന്നു. പൂ വരുമ്പോൾ നമുക്കറിയാം ആദ്യം പൂ വരുന്നത് ആണാണെന്ന് നമുക്കറിയാം. അവരതേ നമ്മുടെ ആദ്യത്തെ റംബൂട്ടാൻ്റെ വിളവെടുക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ നിർത്തിയിരുന്ന ഇത് നമ്മുടെ വവ്വാലന്മാർ അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ സുപ്പു വവ്വാലിന് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഈ സുപ്പു വവ്വാലിന് കിട്ടത്തില്ല. അപ്പോൾ ഈ വവ്വാൽ ഇത് കുറച്ച് പറിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു, അപ്പുറത്തൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. ആദ്യമായിട്ട് ഉണ്ടായതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് കൊതിയുണ്ട്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് 2 വേറെ വരിക്കയുണ്ട്, കൂടെയുണ്ട്, 2 ഉണ്ട്. പക്ഷേ എനിക്ക് ഈ വീടിൻ്റെ മേലോട്ട് കിടന്നിട്ടേ നമ്മളെ വീടിൻ്റെ മേളിൽ കയറി ഇങ്ങനെ പറിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. സത്യമായിട്ട് വന്നേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ. അങ്ങനെ സത്യം ഞാൻ ഇതുവരെയൊക്കെ ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് ദൈവം സാധിച്ചു തന്നിട്ടുണ്ട്. സത്യമായിട്ട് ഞാൻ അത് ഭാഗ്യവതിയാണ് കേട്ടോ. ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം എൻ്റെ തമ്പുരാൻ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. ഇത് എനിക്കൊരാഗ്രഹമായിരുന്നു, എൻ്റെ വീടിൻ്റെ മേളിൽ കയറി നിന്ന് ഇതേപോലെ ഈ റംബൂട്ടാൻ പറിക്കണമെന്ന്. ഈ ഒരു കുഞ്ഞാഗ്രഹം സാധിച്ചു തന്ന തമ്പുരാന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞാഗ്രഹങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം വരും. ഞാനെപ്പോഴും പേരയ്ക്ക തിന്നത്തില്ല. അതും ഞാൻ തന്നെ ഇവിടെ നിന്ന് അപ്പുറത്തെ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട പേരയാണ്. അതിനകത്തുനിന്ന് ഇപ്രാവശ്യം ഇഷ്ടംമാതിരി പേരയ്ക്ക ഉണ്ട് കേട്ടോ. അതുപോലെ റംബൂട്ടാനും കൊണ്ട് നട്ട് ഇഷ്ടംമാതിരി ഇങ്ങോട്ട് പിടിച്ചാൽ പെരയുടെ വേളയിൽ കയറരുതാണ് കേട്ടോ. ഇങ്ങോട്ടാക്കിയാലേ ഇഷ്ടംമാതിരി വീരും കേട്ടോ. ഞാൻ കാണിക്കാം. സാഹസികതയാണ്. മറിഞ്ഞ് വീഴും. ഇച്ചിരി കൂടെ ക്യാമറ ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം നിങ്ങളെ. സാഹസികത കാണിച്ച് ഞാൻ അപ്പുറത്ത് പോയാലേ എനിക്ക് തന്നെ കിട്ടും. കണ്ടോ, കാണുന്നുണ്ടോ? പോക്കറ്റ് പറക്കിയിട്ടുകൊണ്ട് പോകാം നമുക്ക് കേട്ടോ. എടുക്കട്ടെ. വേണ്ട കണ്ടോ, ഇഷ്ടം മാതിരിയുണ്ട്. കണ്ടോ, തലയ്ക്കും മീതെ ശൂന്യാകാശം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. സുപ്പുവിൻ്റെ തലയ്ക്കും മീതെ റംബൂട്ടാൻ. എന്തൊരു സന്തോഷമാണെന്ന് എനിക്കറിയാമോ. സത്യമായിട്ടാണ് ഭയങ്കര സന്തോഷമുണ്ട്. കണ്ടോ, തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി നേരാമ്പൽ ദാഹജലം തരുമോ, ദാഹജലം തരുമോ. നല്ല രസമുണ്ട് കേട്ടോ. തലയ്ക്ക് മീതെ അവിടെ ഇവിടെ എല്ലാം റംബൂട്ടാൻ കേട്ടോ. ഗൈസ്, നിങ്ങളിത് കണ്ടോ? റംബൂട്ടാൻ വേണ്ടവരൊക്കെ വായോ കേട്ടോ. ഓടി വായോ, ഞാൻ തരാം, സുപ്പ് തരാം കേട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ അവർക്കൊക്കെ ഇഷ്ടമാണല്ലോ. പക്ഷെ ഇനിയിപ്പോൾ ഇത് കൂടുതലായ വവ്വാലന്മാരുടെ ഭയങ്കര ശല്യം ഉണ്ടാവും കേട്ടോ. അതിനു മുന്നേ നമുക്ക് പറിച്ചു വയ്ക്കാം, അല്ലെങ്കിൽ വവ്വാല അടിച്ചുകൊണ്ട് പോകും. ഞാൻ നന്നായിട്ട് പഴുത്തത് ഞാൻ പറിക്കാം കേട്ടോ.
പഴുത്തത് പറിച്ച് ഇതേ സുപ്പ് പോക്കറ്റിൽ ഇടുക. അതിനാണ് പോക്കറ്റുള്ള നൈറ്റി ഇന്ന് എടുത്തിട്ടത് ഞാൻ. തരാം നിങ്ങൾക്കും കേട്ടോ. പോവല്ലേ. പോക്കറ്റ് നിറഞ്ഞു കേട്ടോ, എൻ്റെ പോക്കറ്റ് നിറഞ്ഞു. അത്ര വലിയ പോക്കറ്റൊന്നും അല്ലായിരുന്നു, കുഞ്ഞു പോക്കറ്റായിരുന്നു. അത്ര വലിയ പോക്കറ്റ് ഇല്ലായിരുന്നു, കുഞ്ഞു പോക്കറ്റായിരുന്നു കുട്ടിൻ്റെ കേട്ടോ. വേണോ? വായോ. നന്നായിട്ട് പഴുത്തത് മാത്രമേ പറിക്കുന്നുള്ളൂ. അവിടെ നിൽക്കട്ടെ, നിന്ന് പഴുക്കട്ടെ. വേണ്ടവരൊക്കെ ഓടി വായോ. ഇത് ചെറിയ ഇന കേട്ടോ, ഇത് ചെറിയ ഇന. അടുത്ത വർഷം ഇഷ്ടംമാതിരി ഉണ്ടാവും. ഇപ്രാവശ്യം അവള് പെണ്ണായിട്ട് കാണിച്ചത്, അവള് പെണ്ണാണെന്ന് നമ്മളെ അറിയിച്ചതാട്ടോ. ഇല്ലെങ്കിൽ ഇവള് മച്ചിയാണെന്നൊക്കെ നമ്മൾ പറയത്തില്ല. അങ്ങനെ തന്നെ ഒരു പെണ്ണ് അവളൊരു അമ്മയായില്ലെങ്കിൽ അവളെ എന്ത് വിളിക്കും? അവളൊരു അമ്മയായില്ലെങ്കിൽ അവളെ എന്താണ് വിളിക്കുന്നത്? നാടും ലോകരും എല്ലാവരും വിളിക്കും മച്ചിന്നല്ലേ? സത്യമല്ലേ? എത്രയോ സ്ത്രീകൾ അങ്ങനെ വിഷമം അനുഭവിക്കുന്നവരുണ്ട്, മക്കളില്ലാതെ. അവരെ അങ്ങനെ വിളിക്കുന്നവരുണ്ട് മച്ചി എന്ന പേരിന്. അത് അവളുടെ കുറ്റമാണോ? അത് അവളുടെ കുറ്റം കൊണ്ടാണോ? സത്യം സങ്കടം വരത്തില്ലേ? ഇവിടെ അങ്ങനെ വിളിക്കാൻ ഒക്കത്തില്ല നമുക്ക് കേട്ടോ. ഇവിടെ പൂവിട്ട് കായിട്ട് നമുക്ക് അല്ലേ? പൂവിട്ട് കായിട്ട് തന്നു. ഇങ്ങനൊക്കെ ഇരുന്ന് ദൃഷ്ടി കാണിച്ച് ഞാൻ അപ്പുറത്തോട്ട് പോയാൽ എന്ത് ചെയ്യുമല്ലേ? നിങ്ങളെന്നെ ഓടിച്ചിട്ട് അടിക്കുന്നില്ലാതെ. പോക്കറ്റ് നിറഞ്ഞാണ്. പോക്കറ്റ് നിറഞ്ഞിട്ട് താഴെ പോയി പാത്രം എടുത്തുകൊണ്ട് വന്ന് നമ്മൾ എടുക്കണം. ഞാൻ തുണി കഴുകാൻ കയറി വന്നതാ. അമ്മണിയുടെ അടുത്തേ അമ്മണിക്ക് തുണി ഇട്ട് കൊടുക്കാൻ വന്നതാ. അപ്പോഴും പിന്നെ ഞാൻ വിചാരിച്ചു റംബൂട്ടാനും കൂടെ കുറച്ച് നമുക്ക് പറിക്കാം, അതൊരു വീഡിയോ ആവും. അങ്ങനെ വന്നതാണ്. അത് എല്ലാം പറിക്കുന്നില്ല. എല്ലാം പറിച്ചാൽ തിന്നാനും ആള് വേണ്ടേ? പിള്ളേരൊന്നും തിന്നത്തില്ല. പറിച്ചുകൊണ്ട് വെച്ചാൽ അവർ തിന്നത്തില്ല. ഇനി ഈ വവ്വാല് മാത്രം കഴിക്കണം. വവ്വാല് ഇതുവരെ കണ്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ വവ്വാല് കണ്ടില്ല, ഈ വവ്വാല് മാത്രമേ ഇതുവരെ ഇവിടെ കണ്ടുള്ളൂ കേട്ടോ. ഈ വവ്വാലിന് രാത്രി കഴിക്കാനുള്ളത് എന്തേ പോക്കറ്റ് കിട്ടും. ഡിൻഡിൻ്റെ ദേ ഇവിടെ. കടിച്ചു പൊട്ടിക്കരുത് കേട്ടോ. കൈ കൊണ്ട് അല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ തോട് പൊട്ടിച്ച് കഴിക്കാം കേട്ടോ. എന്തിത് പരിക്കുക തന്നെ കേട്ടോ. സൂപ്പർ. അടിപൊളി അടിപൊളി സൂപ്പർ.
അമ്മണി തുണി കഴുകിക്കഴിഞ്ഞേ. അപ്പോൾ അമ്മണി തുണി കഴുകിയത് വിരിച്ചിട്ടിന് താഴോട്ടങ്ങപ്പം. ഇനിയിപ്പം മേളിൽ കയറണ്ടല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. റംബൂട്ടാനൊക്കെ വേണ്ടവർ വായോ കേട്ടോ, സുപ്പ് തരാം. തീരുന്നതിന് മുമ്പ് വന്നോളൂ. ഓക്കെ.